നോട്ട് എ ബസ് റിട്ടൺ ബൈ രമേശ് ആർ.എസ്. ഒരു യഥാർത്ഥ ബസ്സുകാരുടെ ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്തിട്ടുള്ള ചില സംഗതികളിൽ നിന്നുമാണ് ഞാൻ ഈ കഥ പറയാൻ ശ്രമിക്കുന്നത്. കഥ നടക്കുന്നത് അങ്ങ് പീരുമേട്ടിലാണ്. ഒരു നാടൻ തനി കുഗ്രാമം, തണുപ്പ് കൂടിയ പ്രദേശമാണ്. പ്രദീപേ, റെഡിയല്ലേ? ഓ റെഡി. പിന്നിൽ നിന്നും കണ്ടക്ടറായ പ്രദീപ് ബസ്സിൻ്റെ ഡ്രൈവറായ സുധീറിന് മറുപടി നൽകി. അവർ ഇരുവരും ഈ റൂട്ടിലോടുന്ന KSRTC ബസ്സിലെ സ്റ്റാഫുകളാണ്. അവർ രാവിലെ എന്നും 4:45 മണിക്ക് ഉണരും. റെഡിയായി വണ്ടിയുടെ അടുക്കൽ എത്തും. വണ്ടി ക്ലീൻ ചെയ്ത് 5:30യോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടും. അതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് ഡ്രൈവർ സുധീർ ബാക്കിലെ ഡോറടച്ച് തണുപ്പിനെ പ്രതിരോധിക്കാൻ കയ്യും തിരുമ്മി വന്ന പ്രദീപിനോട് അങ്ങനെ ചോദിച്ചത്. ഒരു കട്ടനും ഇതിനിടെ അവർ റൂമിൽ വെച്ച് സ്വയം ഇട്ട് കുടിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉന്മേഷം അവരുടെ പ്രവൃത്തികളുണ്ട്. അവരുടെ ഒരു പ്രവൃത്തി ദിവസം അവിടെ ആരംഭിക്കുകയാണ്. തുടക്കത്തിലുള്ള സ്റ്റോപ്പിൽ നിന്നും 2-3 പേർ ജോലിക്കോ മറ്റോ പോകാൻ അവിടെ നിന്നും കയറിയിട്ടുണ്ട്. അവർക്ക് ടിക്കറ്റ് കണ്ടക്ടറായ പ്രദീപ് നൽകി തുടങ്ങി. അങ്ങോട്ടുള്ള സ്റ്റോപ്പുകളിൽ നിന്നും കൂടുതൽ ആൾക്കാർ കയറി തുടങ്ങും. ബസ് കൂടുതൽ സജീവമാകും. അവർ താമസിക്കുന്ന ഇടം ഒരു ക്ഷേത്രത്തിനടുത്തുള്ള ഒരു റൂമിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുമുള്ള സൗകര്യമൊക്കെയുള്ള മുറിയാണ്. ഒന്നുകിൽ ഭക്ഷണം അവർ ഉണ്ടാക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഉച്ചയ്ക്ക് പടച്ചോറോ വല്ലതും ഉണ്ടാകും, അല്ലെങ്കിൽ സദ്യ. ഇതിലേതെങ്കിലും ലഭിക്കും. ഉച്ചയ്ക്ക് കുശാല, അല്ലാത്തപ്പോൾ അവർ സെൽഫ് കുക്കിംഗ്. 2-3 സ്റ്റോപ്പുകൾ പിന്നിട്ടപ്പോൾ കൂടുതൽ ആൾക്കാർ കയറി തുടങ്ങി. മിക്കവരും പ്രദീപിനും സുധീറിനും പരിചയമുള്ളവർ തന്നെ. എന്തെന്നാൽ അവർ സ്ഥിരം യാത്രയ്ക്ക് ഈ ബസ്സിനെ തന്നെ ആശ്രയിക്കുന്നവരാണ്. രമണി, മകന് അസുഖം എങ്ങനെയിരിക്കുന്നു? ഇന്നലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കണ്ടിരുന്നല്ലോ. പവിത്രൻ ചേട്ടനോ? എവിടെ? തിരുവനന്തപുരം പോവുകയാണോ? സെക്രട്ടേറിയറ്റിൽ വല്ലതും ആണോ പോകുന്നത്? ഇങ്ങനെ പോകുന്ന പരിചയക്കാരോടുള്ള പ്രദീപിൻ്റെ കുശലാന്വേഷണം. പരിചയക്കാരല്ലേ അവർ? ദീർഘദൂര ബസ്സാണ്. തിരക്ക് തുടങ്ങും മുമ്പ് കുശലാന്വേഷണമൊക്കെ തീർക്കണം. എങ്ങനെയുണ്ട് ആഹാരമൊക്കെ? ഇവിടെ വീട് വിട്ട് നിൽക്കുകയല്ലേ? ചിലരുടെ സ്നേഹാന്വേഷണങ്ങൾ. ഒരുവിധം ഞങ്ങളങ്ങ് വെച്ച് കഴിക്കും. തിരിച്ച് പ്രദീപ് മറുപടി പറഞ്ഞു. ഡീസൽ വില കൂടുകയല്ലേ? ബസ് കൂലി കൂട്ടിക്കളയും. ഉടനെ കൂട്ടിക്കളയുമോ? ചതിക്കരുത്. വേറെ ഒരാളുടെ അങ്കലാപ്പ്. അവരുടെ യാത്ര തുടരുകയാണ്. ചിലർ കഴിഞ്ഞ കൊറോണക്കാലത്തെ വിശേഷങ്ങളാണ് ഓർത്തതും പങ്കുവച്ചതും. ഒരു മനുഷ്യനും വെളിയിൽ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത, വെളിയിലിറങ്ങിയാൽ അറസ്റ്റ് ഉറപ്പ്, ആ രീതിയിലുള്ള കാലം. അതിനെ അപേക്ഷിക്കുമ്പോൾ ഇപ്പോൾ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ട് വരുന്നുമുണ്ട്, ആൾക്കാർ പറഞ്ഞു. പ്രദീപ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ആ കൊറോണക്കാലത്തെ പ്രത്യേകിച്ചു. അതിനു മുന്നേ ഒരു പാരൽ കോളേജിലെ അധ്യാപകനായിരുന്നു പ്രദീപ്. ഇപ്പോൾ ഏകദേശം 10 വർഷം സർവീസാകുന്നു. പ്രദീപ് ഓർക്കുകയായിരുന്നു പല ദുർഘട ഘട്ടങ്ങളും തങ്ങൾ താണ്ടുന്നതിനെക്കുറിച്ച്. പല മുഖങ്ങൾ, പല ആകുലതകൾ, എക്സൈറ്റ്മെൻറ്റ്, ആൾക്കാരുടെ പരക്കം പാച്ചിലുകൾ, റോഡിലെ പല സംഭവങ്ങൾ, റോഡിലെ അപകടങ്ങൾ, പലതരം ബന്ധുക്കൾ, ഹർത്താലുകൾ, പ്രതിഷേധങ്ങൾ. എല്ലാ ദിവസവും എത്രയെത്ര അപകടങ്ങളാണ് റോഡിൽ കാണുന്നത്. എന്നാലും ആൾക്കാർക്ക് മിതമായ സ്പീഡിൽ റോഡിലൂടെ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയെന്ന് തോന്നും. എല്ലാ പേർക്കും ടിക്കറ്റ് കൊടുത്തതിന് ശേഷം തൻ്റെ സീറ്റിൽ തിരിച്ചു വന്നിരുന്നു പ്രദീപ്. അയാൾ ഓർക്കുകയായിരുന്നു ആ കൊറോണക്കാലം. അത് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചു. എന്തെല്ലാം മാറ്റങ്ങളാണ് അത് ജീവിതത്തിൽ ഉണ്ടാക്കിയത് എന്ന്. അത് തൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും. തൻ്റെ ജീവിതത്തിലാണെങ്കിൽ ഒരു ചെറിയ പലചരക്ക് കട, അത് തൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചായിരുന്നു. തൻ്റെ അച്ഛൻ ആ കടയുണ്ടായിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ കൊറോണക്കാലം അങ്ങ് കടന്നുപോയി. തൻ്റെ സുഹൃത്തുക്കൾ പലരും കൂലിവേലയ്ക്ക് പോയോ, മറ്റു വണ്ടികൾ ഓടിച്ചോ, മറ്റു പല ചെറിയ പണികൾക്ക് പോയോ
അത് ചെയ്തു ഒക്കെയാണ് ആ കാലത്തെ അസുഖകാലം തരണം ചെയ്തത്. എന്തായാലും ആ കാലം താനും മറ്റുള്ളവരും തരണം ചെയ്തിരിക്കുന്നു. ഇന്ന് തൻ്റെ ജീവിതം നോക്കുമ്പോൾ കുഴപ്പമില്ല. സ്വച്ഛമായ ഒരു നദി പോലെ ഒഴുകുന്നു. വീട്ടിൽ നിന്നും അല്പം അകലെയായിപ്പോയി ജോലി എന്നുള്ളതേ ഉള്ളൂ. കുന്നംകുളത്തുകാരനായ തനിക്ക് കുറച്ചധികം ദൂരമുണ്ട് പീരുമേട്ടിലേക്ക്. കുഴപ്പമില്ല, ട്രാൻസ്ഫർ ഉടനെ കിട്ടിയേക്കും നാട്ടിലേക്ക്. 2 വർഷമായല്ലോ. ഇവിടെ കുറേ നല്ല ഓർമ്മകളുണ്ട് തനിക്കിവിടെ. കുറേയേറെ സുഹൃത്തുക്കൾ, പവിത്രൻ, ഗോവിന്ദൻ, രജനി, അങ്ങനെ ഒരുപാട് പേർ തങ്ങളെ സ്നേഹിക്കാനും ബന്ധുക്കളെപ്പോലെ കൂടെ നിൽക്കാനും എല്ലാ കാര്യങ്ങൾക്കും തുണ. എല്ലാം തങ്ങളുടെ ഈ KSRTC കൊണ്ട് തന്നതാണ്. തങ്ങളുടെ ജോലി കാരണം കിട്ടിയതാണ്. തങ്ങളുടെ സ്റ്റേ ബസ്സാണ് ഇതിനെല്ലാം കാരണമായത്. സ്റ്റേ ബസ്സിന് നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ബൈ രമേശ് RS. സ്റ്റോറി ബൈ രമേശ് RS. താങ്ക് യു വെരി മച്ച്.